ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിനോട് വല്ലാത്തൊരു ക്രഷ്. അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഹെയർ ബോ. എന്തായാലും ഈ പറഞ്ഞ സാധനം ഈ ഇടയ്ക്കൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോകുന്നില്ല. സോ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ഈ സാധനത്തിന് സാറ്റിൻ മെറ്റീരിയലിൽ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ അതില്ല. അവസാനം ഈ ഒരു തുണി വെച്ച് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ തുണി എൻ്റെ ഒരു മണ്ടത്തരത്തിൻ്റെ ബാക്കി പത്രമാണ്. എത്ര സൈഡ് അടിച്ചിട്ടും ശരിയാവാത്തൊരു ടോപ്പ് നടുക്ക് വെച്ച് മുറിച്ചിട്ടൊരു ക്രോപ്പ് ടോപ്പ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതും ഫ്ലോപ്പായി. അതിൻ്റെ ബാക്കി തുണിയാണ് ഇത്. ഇതിന് 2 പീസ് തുണിയാണ് വേണ്ടത്. അതിലൊരു പീസ് തുണി എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി അത്യാവശ്യം സ്പേസ് ഇട്ട് കൈത്തൈൽ വെച്ചു. എന്നിട്ട് ആ നൂല് ഒരു സൈഡിൽ നിന്ന് നല്ലതുപോലെ ഇറുക്കി വലിച്ച് അതിൽ തന്നെ കെട്ടിവെച്ചു. അങ്ങനെ ബോയുടെ മുകൾ ഭാഗം ശരിയായി. ഇനി അത് മാറ്റി വെച്ചിട്ട് അടുത്ത പീസ് തുണി എടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ പേപ്പർ സമചിത്രത്തിലാക്കാൻ വേണ്ടി മടക്കത്തില്ലേ, അതുപോലെ മടക്കി അതിൻ്റെ വലിയ ഭാഗത്ത് ചോക്ക് വെച്ച് കർവ് ഷേപ്പിൽ വരച്ചിട്ട് കത്രിക വെച്ച് വെട്ടിയെടുത്തു. ഇത് വരയ്ക്കാതെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ എനിക്ക് അതിനുള്ള കഴിവില്ല. ഞാനങ്ങനെ വരയ്ക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തുണി കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇത് നൂത്തിട്ട് ഇതിൻ്റെ തുമ്പിന്ന് നടുക്കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അത്യാവശ്യം സ്പേസ് ഇട്ട് തയ്ക്കണം. എൻ്റെ ഒരു കഴിവിൻ്റെ ലെവലനുസരിച്ച് അത് നടുക്കൂടെ വരച്ചിട്ട് തയ്ച്ചാൽ മതിയായിരുന്നു. പക്ഷേ അപ്പോൾ കിട്ടിയ ഒരു അനാവശ്യ ധൈര്യത്തിൻ്റെ പുറത്ത് വരയ്ക്കാതങ്ങ് തയ്ച്ചു. അവസാനം അത് ഇങ്ങനെ. അത് പിന്നെ അഴിച്ചെടുത്തപ്പോഴത്തേക്കും തുണിയിൽ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ. പിന്നെ ഞാനതങ്ങ് മൈൻഡ് ചെയ്യാതെ അതിൻ്റെ മണ്ടയിൽ കൂടെ വരച്ചിട്ടങ്ങ് തച്ചെടുത്തു. അതും നേരത്തെ പോലെ തന്നെ നല്ലോണം വലിച്ചിറക്കി കെട്ടി. പിന്നെ നേരത്തെ ഉണ്ടാക്കിയത് ഇതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് രണ്ടും കൂടെ കെട്ടി. ഞാൻ കൂടുതൽ സ്റ്റഡാണ് ഇടാറ്. പക്ഷെ കിടക്കാൻ നേരത്ത് ഇത് അവിടെ ഇവിടെ കൊണ്ട് ഊരി വയ്ക്കും. പക്ഷെ ഉറക്കം എണീക്കാൻ നേരത്ത് ഈ സാധനം ഊരി വെച്ചത് ഞാൻ മറന്നു. മിക്കതും കുഞ്ഞു കമ്മലുകളായിരിക്കും. അതെവിടെയെങ്കിലും വീണാലും അറിയത്തില്ല. അങ്ങനെ പേര് നഷ്ടപ്പെട്ടു പോയ സ്റ്റഡുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം ഇതിൽ വെച്ചപ്പോൾ നല്ല മാച്ചായി തോന്നിയത് കൊണ്ട് അതെടുത്ത് ഇതിൽ കൊടുത്തു വെച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു സ്ലൈഡ് ഇതിൻ്റെ പിറകിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചും കൂടെ കൊടുത്തു. അപ്പോൾ വിജയകരമായി ഹെയർ ബോ ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ദൗത്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്തു നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല. എങ്കിലും ചെയ്തു വന്നപ്പോൾ സാധനം അടിപൊളിയായി. കാരണം അത്ര ഈസിയാണ്. ഇതുവരെ ഇത് ചെയ്ത് നോക്കാത്തവരും ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്.